The voice of thunder declares my arrival. The rainbow announces my departure. I am like earthly life, which begins at the feet of the mad elements and ends under the upraised wings of death. അപ്പം എന്താണ് വോയിസ് ഓഫ് ദി തണ്ടർ ഡിക്ലെയർസ് മൈ അറൈവൽ. ആ റെയിൻ്റെ ആ ഒരു വരവ് ആരാണ് അറിയിക്കുന്നത്? തണ്ടറിൻ്റെ വോയിസ് അല്ലേ? ഇടിമിന്നലോട് കൂടിയല്ലേ റെയിൻ ഉണ്ടാവാറ്. ഇപ്പോൾ ഇടിമിന്നൽ തണ്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, ദർ ഇസ് ചാൻസ് ഫോർ റെയിൻ, റെയിൻ്റെ ഒരു ഇതുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം, റെയിൻ വരാൻ നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ റെയിൻ പറയാണ് തണ്ടറിൻ്റെ വോയിസ് ആണ് എൻ്റെ അറൈവൽ, എൻ്റെ വരവ് ഡിക്ലെയർ ചെയ്യുന്നത്, എൻ്റെ വരവ് പ്രഖ്യാപിക്കുന്നത് എന്ന് പറയാണ്. അതുപോലെ തന്നെ റെയിൻബോ അനൗൺസസ് മൈ ഡിപ്പാർച്ചർ, എൻ്റെ പുറപ്പെടൽ, എൻ്റെ ഡിപ്പാർച്ചർ ആരാണ് പ്രഖ്യാപിക്കുന്നത്? റെയിൻബോ. മഴ നിന്നതിന് ശേഷം റെയിൻബോ ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം മഴ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ അറൈവൽ ഡിക്ലെയർ ചെയ്യുന്നത് തണ്ടറാണ്, അതുപോലെ തന്നെ എൻ്റെ ഡിപ്പാർച്ചർ അനൗൺസ് ചെയ്യുന്നത് ആരാണ്? റെയിൻബോ ആണെന്നാണ് പറയുന്നത്. I am like earthly life which begins at the feet of the mad elements. ഞാൻ എന്താണ്, എനിക്കൊരു ഏർത്ത്ലി ലൈഫാണ്, ഭൂമിയിലെ പോലെ തന്നെ ഒരു ജീവിതമാണ് എനിക്ക്, മനുഷ്യന്മാരുടെ പോലെ തന്നെ ഒരു ജീവിതമാണ് എനിക്ക്. വിച്ച് ബിഗിൻസ് അറ്റ് ദ ഫീറ്റ് ഓഫ് മാഡ് എലമെൻറ്റ്സ്, ഒരുപാട് ഭ്രാന്തമായിട്ടുള്ള എലമെൻസിൻ്റെ അടിയിൽ നിന്നാണ് അത് തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് എൻഡ്സ് അണ്ടർ ദി അപ്രൈസ്ഡ് വിങ്സ് ഓഫ് ഡെത്ത്, ഉയർത്തിയ മരണത്തിൻ്റെ ചിറകുകൾക്കിടയിൽ അത് അവസാനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? റെയിൻ പറയുന്നുണ്ട് എനിക്കും ഭൂമിയിലെ പോലത്തെ ഒരു ലൈഫാണ്, അതായത് എനിക്കൊരു ബിഗിനിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ എനിക്കൊരു എൻഡും ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് മനുഷ്യന്മാരുടെ ലൈഫും അങ്ങനെ ഉണ്ടല്ലേ, ഒരുപാട് ഡിഫിക്കൽട്ടീസിലൂടെ, ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലാണ് ഒരു ബേർത്ത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ റെയിൻ്റെ ബേർത്തും റെയിൻ്റെ അറൈവൽ എന്താണ്, ഒരുപാട് മാഡ് എലമെൻസിൻ്റെ ഇടയിൽ കൂടെയാണ്. ഇവിടെ മാഡ് എലമെൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു തണ്ടറിനൊക്കെയാണ്. അതുപോലത്തെ ഒരുപാട് മാഡായിട്ടുള്ള ഭ്രാന്തമായിട്ട് എലമെൻസിൻ്റെ ഇടയിലാണ് റെയിൻ ബിഗിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആസ് മനുഷ്യന്മാരുടെ പോലെ തന്നെ പിന്നീട് അതെന്താണ്, അത് എൻഡ് ചെയ്യുന്നത് എന്തിൻ്റെ ഇടയിലാണ്? അപ്രൈസ്ഡ്, ഉയർത്തിയ മരണത്തിൻ്റെ ചിറകുകൾക്കിടയിൽ അത് അവസാനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. റെയിൻ ഇവിടെ അപ്പോൾ ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തുകൊണ്ട് അതിനെ ഒരു ഏർത്ത്ലി ലൈഫുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. I emerge from the heart of the sea, soar with the breeze. When I see a field in need, I descend and embrace the flowers and the trees in a million little ways. I touch gently at the windows with my soft fingers, and my announcement is a welcome song. All can hear, but only the sensitive can understand. റെയിന് ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ എമേർജ് ചെയ്യുന്നത് എവിടുന്നാണ്? ഹാർട്ട് ഓഫ് ദ സീ, ആ ഒരു കടലിൻ്റെ ഹാർട്ടിൽ നിന്നാണ് റെയിൻ എമേർജ് ചെയ്യുന്നത്. സോർ വിത്ത് ദ ബ്രീസ്, സോർ എന്ന് വെച്ചാൽ എന്താണ്? ഉയർന്നു പോവുന്നത്. വിത്ത് ദ ബ്രീസ്, ഒരു ഇളം കാറ്റോട് കൂടി അത് പിന്നീട് ഉയർന്നു പോവുകയാണ്. വെൻ ഐ സീ എ ഫീൽഡ് ഇൻ നീഡ്, പക്ഷേ ഉയർന്നു പോയതിന് ശേഷം ഒരു ഫീൽഡിന് അല്ലെങ്കിൽ ഒരു വയലിന് ഒരു നീഡുണ്ട്, ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയ, ആവശ്യം എന്താണ്? ആ ഫീൽഡ് ഡ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നിയ ഐ ഡിസെൻഡ് ആൻഡ് എംബ്രേസ് ദി ഫ്ലവേഴ്സ്, ഞാൻ ഡിസെൻഡ് ചെയ്യും, ഞാൻ താഴത്തോട്ട് വന്നിട്ട് എംബ്രേസ് ദി ഫ്ലവേഴ്സ്, ഞാൻ എന്ത് ചെയ്യും? ഫ്ലവേഴ്സിനെല്ലാം ഹോൾഡ് ചെയ്യും അല്ലെങ്കിൽ വാരിപ്പുണരും. അപ്പോൾ റെയിന് എമേർജ് ചെയ്യുന്നത് ആ ഒരു സീഡ് ഹാർട്ടിൽ നിന്നാണ്. പിന്നീട് അത് മുകളിലോട്ട് ഇവാപ്രേഷൻ സംഭവിക്കുകയും അതിനുശേഷം ഏതെങ്കിലും ഫീൽഡിന് ആവശ്യമുണ്ടെന്ന് തോന്നി അത് താഴത്തോട്ട് വന്നിട്ട് എല്ലാ ഫ്ലവേഴ്സിനെയും ഹോൾഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരുപാട് വേസിലൂടെ അത് ഫ്ലവേഴ്സിനെയും ട്രീസിനെയും ഒരുപാട് തരത്തിൽ ഹോൾഡ് ചെയ്യും. അതുപോലെ ഐ ടച്ച് ജെന്റ്ലി അറ്റ് ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ്, റെയിനിൻ്റെ ആ സോഫ്റ്റ് ഫിംഗേഴ്സോട് കൂടി അത് നമ്മുടെ വിൻഡോ പെയിൻസിലെല്ലാം ടച്ച് ചെയ്യാണ് അല്ലേ, റെയിൻ ഡ്രോപ്സ് ഒക്കെ കാണും നമ്മൾ. അതുപോലെ അതിൻ്റെ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താ? റെയിൻ്റെ അനൗൺസ്മെൻ്റ് ഒരു വെൽക്കം സോങ് ആണ്, ഒരു സോങ് ആണ് അത്. ഓൾ ക്യാൻ ഹിയർ, എല്ലാവർക്കും കേൾക്കാൻ പറ്റും. പക്ഷെ എന്താ? ഓൺലി ദ സെൻസിറ്റീവ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്,
കുറച്ച് ഫീലിങ്സ് ഉള്ള കുറച്ച് ഇമോഷൻസുകൾ കുറച്ച് എന്താണ് വികാരങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ലോല ഹൃദയങ്ങളുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് എന്താണ് ആ ഒരു പിട്ടപ്പാട്ട സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, ആ ഒരു റെയിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വെൽക്കം സോങ് മാത്രമായിട്ടേ തോന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ ആളുകൾ കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. Heat in the air gives birth to me, but in turn I kill it, as woman overcomes man with the strength she take from him. അപ്പം എന്താ പറയുന്നത്? നമുക്കറിയാമല്ലേ, റെയിന് ബേർത്ത് കൊടുക്കുന്നത് ആരാ? ഹീറ്റാണ് അല്ലേ. ഓവറായിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഇവാപ്രേഷൻ സംഭവിക്കുകയും അതിലൂടെ എന്താണ് റെയിൻഫോൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. പിന്നീട് എന്താണ് ഈ റെയിൻഫോളിലൂടെ ആ ഹീറ്റിനെ തന്നെ റെയിൻ കില്ല് ചെയ്യാണ്, അല്ലെങ്കിൽ എന്താണ് റെയിൻ അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തെ റെയിൻ ഒരു കാര്യമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ആരുമായിട്ട്? ഒരു വുമണുമായിട്ട്. എങ്ങനത്തെ വുമണുമായിട്ട്? ഒരു മാനിൻ്റെ സപ്പോർട്ടോട് കൂടി, ഒരു മാനിൻ്റെ ബാക്കിങ്ങോട് കൂടി സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് ശക്തി ആർജിച്ചെടുത്ത ഒരു വുമണ് പിന്നീട് ഈ മാനിനെതിരെ തന്നെ എന്താണ് കോമ്പീറ്റ് ചെയ്യുകയും ഈ മാനിനെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വുമണുമായിട്ടാണ് റെയിൻ ഇവിടെ അതിൻ്റെ ആ ഒരു ഹീറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് കമ്പയർ ചെയ്തിട്ടുള്ളത്. The sigh of the sea, the laughter of the field, the tears of heaven, so with love, sigh from the deep sea of affection, laughter from the colorful field of spirits, tears from the endless heaven of memories. സോ എഗെയിൻ ഇവിടെ റെയിന് 3 കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാണ്, താരതമ്യം ചെയ്യാണ്. ഞാൻ എന്താണ് റെയിൻ സീയുടെ സൈ ആണെന്ന് പറയാണ്. സൈ എന്ന് പറഞ്ഞാൽ ഒരു നെടുവീർപ്പ്, ആ ഒരു സീയുടെ സൈ ആണെന്ന് പറയാണ്. അതുപോലെ തന്നെ ഫീൽഡിൻ്റെ ലോഫർ, ഈ വയലുകളുടെ എല്ലാം ചിരിയാണ് ഞാൻ. അതുപോലെ ഹെവൻ്റെ സ്വർഗത്തിൻ്റെ ടിയേഴ്സാണ്, കണ്ണുനീരാണ് ഞാനെന്നാണ് റെയിൻ പറയുന്നത്. സോ നമ്മൾ നേരത്തെ ലാസ്റ്റ് ആൻസറിൽ പറഞ്ഞല്ലേ, ഇത് ഈ സീയുടെ ഹാർട്ടിൽ നിന്നും റെയിൻ എന്താണ് എമേർജ് ചെയ്യുന്നത് അവിടെ നിന്നാണ്, സീയുടെ ഹാർട്ടിൽ നിന്നാണ്. അതിനുശേഷം അത് സോർ ചെയ്ത് പോകുന്നു, അത് ഉയർന്നുകൊണ്ട് പോകുന്നു. ആ ഒരു സമയത്ത് സീക്ക് ഭയങ്കര വിഷമം ഉണ്ടാവുകയും അത് സാഡ് ആവുകയും അത് കൊണ്ട് തന്നെ അവിടെ ഒരു സൈ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ റെയിൻ സീയുടെ സൈ ആണെന്ന് പറയാൻ കാരണം. പിന്നെ സെക്കൻഡ് വൺ നമുക്കറിയാം അല്ലേ, ഭയങ്കരമായിട്ട് റെയിൻഫോൾ കിട്ടുമ്പോൾ എല്ലാം ഇറിഗേറ്റഡ് ആവുമ്പോൾ എന്താണ് പ്ലാന്റ്സ് ഒക്കെ നെറിഷ്ഡ് ആവും, അതുപോലെ തന്നെ ഫീൽഡൊക്കെ ഭയങ്കര ഹാപ്പി ആവും, പ്ലസൻ്റ് ആവും അല്ലേ, ബ്ലൂം ചെയ്യും ഫ്ലവേഴ്സ് എല്ലാം. അപ്പോൾ റെയിൻ പറയുന്നത് ഞാൻ ഫീൽഡിൻ്റെ ലോഫറാണ്. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്, ഹെവൻ്റെ ടിയേഴ്സ് ആണെന്ന് പറയാൻ കാരണം എന്താണ്, നമ്മൾ അതിന് ഇവാപ്രേഷൻ എല്ലാം സംഭവിച്ച് അതിനുശേഷം റെയിൻഫോൾ ഉണ്ടാകുമ്പോൾ ക്ലൗഡിൽ നിന്നും റെയിൻ താഴോട്ട് വരുമ്പോൾ അവിടെ ആ ഒരു ഹെവൻ ഒരു ലോൺലിനെസ് സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെയിൻഫോൾ കാരണം ഹെവൻ എന്താണ് ഭയങ്കര സാഡായിട്ട് ആ ഒരു ടിയേഴ്സിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ലാസ്റ്റ് സോ വിത്ത് ലവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ലെറ്ററൊക്കെ കൺക്ലൂഡ് ചെയ്യില്ലേ, അതുപോലെ ഈ പോം കൺക്ലൂഡ് ചെയ്യാണ്. എന്താണ്? സൈസ് ഫ്രം ദ ഡീപ് സീ ഓഫ് എഫെക്ഷൻ. എഫെക്ഷൻ എന്താ വെച്ചാൽ ആ ഒരു വാത്സല്യം അല്ലേ, ആ ഒരു വാത്സല്യത്തിൻ്റെ ആ ഒരു വാത്സല്യമുള്ള ആ ഡീപ്പ് സീൻ്റെ നെടുവീർപ്പിനോട് സ്നേഹം കാണിക്കുകയാണ്. അതുപോലെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ആ ഒരു ഫീൽഡിൻ്റെ വയലുകളുടെ ആത്മാവിൻ്റെ ആ ഒരു ചിരിയോട് സ്നേഹം കാണിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഹെവനിൻ്റെ ഒരുപാട് മെമ്മറീസ് ഉള്ള ആ ഒരു സ്വർഗത്തിൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത ആ ടിയേഴ്സിനോട് സ്നേഹം കാണിക്കുകയാണ്. എല്ലാവരോടും ഒരു ലവ് കാണിച്ചുകൊണ്ട് നമ്മളൊരു ലെറ്ററൊക്കെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് സോ വിത്ത് ലവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഖലീൽ ജിബ്രാൻ ഈ പോം കൺക്ലൂഡ് ചെയ്യാണ്. ഇവിടെ ഫിഗർ ഓഫ് സ്പീച്ചസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പോമാണിത്. ഇവിടെ റെയിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മെറ്റഫേഴ്സ്, അലിട്രേഷൻ, സിംബോളിസം, ഒരുപാട് തരത്തിലുള്ള ഫിഗർ ഓഫ് സ്പീച്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്. റെയിനെ പലതുമായിട്ടും കമ്പയർ ചെയ്തിട്ടുണ്ട്. റെയിൻ്റെ ഫോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതുപോലെ റെയിൻ എങ്ങനെയൊക്കെയാണ് നേച്ചറിനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ എമേർജിങ് എങ്ങനെയാണ്, ഡിപ്പാർച്ചർ എങ്ങനെയാണ്, മൊത്തത്തിൽ നമുക്ക് ആ റെയിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ, ആ ഒരു വാട്ടർ സൈക്കിളിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഈ പോമിലൂടെ കിട്ടുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇന്നർ മീനിങ്സ് ഉള്ള ഒരു പോമാണിതെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.